നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭിക്കുന്ന അനാസിൻ, അനാൽജിൻ, അമാൽജിൻ, സിമാൽജിൻ, നോവാൽജിൻ, ക്രോസിൻ, ആസ്പ്രോ, ബീസ്പ്രോ, സീസ്പ്രോ, അനിസ്പ്രേ, അമുൽ സ്പ്രേ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, സി കോംപ്ലക്സ്, ഡി കോംപ്ലക്സ് ആൻഡ് ഊ കോംപ്ലക്സ്. അതുമാത്രമല്ല ഷോപ്പിംഗ് കോംപ്ലക്സ്, കാൽപോൾ, കൈപോൾ, ടീപോൾ, ബർണോൾ, ജോൺ പോൾ, പാരസിറ്റാമോൾ, പാരസിറ്റാമോൻ ആദിയായ ഗുളികകളെല്ലാം മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എന്നാൽ ഞങ്ങളിവിടെ വിൽക്കുന്ന ഈ ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടില്ല. ഇത് മാള ആൻഡ് ഊള കമ്പനിയുടെ നിങ്ങൾക്കായി വിതരണം ചെയ്യുന്ന ഗുളികയാണ് പാട്രിയേറ്റ് സ്കഡ് മിസൈൽ ഗുളികകൾ. മനുഷ്യ ശരീരത്തിലുണ്ടാവുന്ന നീരിറക്കം, നീരുകയറ്റം, വായുകോപം, വായുസ്നേഹം, മുടികൊഴിച്ചിൽ, മുടി വളർച്ച, വയറിളക്കം, വയറുമുറുക്കം, ലൂസ് മോഷൻ, സ്പീഡ് മോഷൻ, സ്ലോ മോഷൻ, ടൈറ്റ് മോഷൻ ആൻഡ് ഇമോഷൻ, മലബന്ധം, അനുബന്ധം, സംബന്ധം, വയറുകടി, വളങ്കടി, തലകടി, കൃമികടി ആദിയായ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ രോഗത്തിനും വളരെ അത്യുത്തമമാണ് ഈ ഔഷധങ്ങൾ. യാതൊരു രോഗമില്ലാത്ത ഏത് രോഗികൾക്കും ആവശ്യം പോലെ കഴിക്കാവുന്നതാണ് ഈ ഗുളികകൾ, സ്കഡ് മിസൈൽ ഗുളികകൾ. ഈ ഗുളിക നിർമ്മിക്കാൻ കമ്പനിക്ക് പ്രചോദനമേകിയത് മഹാനായ സദ്ദാം ഹുസൈനാണ്. അദ്ദേഹത്തിനെതിരെ ബുഷ് പ്രയോഗിച്ചിരുന്ന പാട്രിയേറ്റ് മിസൈലിനെ തകർക്കാനായിരുന്നു ഈ സ്കഡ് മിസൈൽ ഗുളികകൾ ഉപയോഗിച്ചിരുന്നത്. ഈ ഗുളികകൾ നിർമ്മിച്ചത് ഹിമാലയ സാനുക്കളിൽ നിന്നുമാണ്. ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്യുന്ന മഹർഷി വര്യന്മാരുടെ ദീക്ഷയിൽ നിന്നും വളരുന്ന അശ്മകം എന്ന ഒരു അപൂർവ ഔഷധവും ചേർത്ത് നിർമ്മിച്ചതാണ് ഈ ഗുളികകൾ. ഈ ഗുളികകൾ സാമ്പിൾ 1/2 കിലോ ടിന്നിന് വെറും 75 രൂപ 50 പൈസ മാത്രമാണ്. ആർക്കും വാങ്ങാം. വയറ് നിറച്ച് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഗുളികയാണിത്. ഇഷ്ടം പോലെ കഴിക്കാം. ഈ ഗുളിക കഴിച്ചാൽ പ്രത്യേകിച്ച് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. അവിടെ വേണോ, ഇവിടെ വേണോ, എവിടെ വേണം, ആർക്കും വേണ്ടേ, എന്നാ എനിക്ക് വേണം. ഗുളിക 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 മലമ്പനി വില്ല ചുമ ജ്വരപ്പനി വരും നേരം ഗുളിക ഗുളിക ചറപറ ചുമച്ചൊണ്ട് ശ്വാസം മുട്ട് വരും നേരം ഗുളിക ഗുളിക വയറ് കടിക്കുമ്പ ഗുളിക പെടലി ഉളുക്കുമ്പം ഗുളിക വയറ് കടിക്കുമ്പം ഗുളിക പെടലി ഉളുക്കുമ്പം ഗുളിക ഒലക്ക വിഴുങ്ങിയുള്ള ദഹനം കുറയും നേരം ഗുളിക ഗുളിക മലമ്പനി വില്ലൻ ചുമ ജ്വരപ്പനി വരും നേരം ഗുളിക ഗുളിക ചറപറ ചുമച്ചൊണ്ട് ശ്വാസം മുട്ട് വരും നേരം ഗുളിക ഗുളിക നടുവേദന തലവേദന അതു മാറ്റിടാൻ ഡോക്ടറൊന്നും വേണ്ടടോ. നടുവേദന തലവേദന അത് മാറ്റിടാൻ ഡോക്ടറൊന്നും വേണ്ടടോ. ആമാശയം ക്ലീൻ ചെയ്തിടാൻ ഡബിൾ സ്ട്രോങ്ങിലായി ഗുളിക തരാം. അടിച്ചതും ചതഞ്ഞതും ഒടിഞ്ഞതും തടിച്ചതും മുറിവിനും ചതവിനും മരുന്നിതാ. നടുവെട്ടി അലയുന്ന ചിലർക്കൊക്കെ ഒരു തരം ഗുളിക ഗുളിക അമ്മയുടെ തെറികെട്ട് ഓടിടുന്ന മരുമൊക്കും ഗുളിക ഗുളിക. അടിമാലിയിൽ ഒരു മേസ്തിരി പല രാത്രിയിൽ റോഡ് ക്രോസ് ചെയ്തിടും. അടിമാലിയിൽ ഒരു മേസ്തിരി പല രാത്രിയിൽ റോഡ് ക്രോസ് ചെയ്തിടും. ഉറക്കത്തിലായി
കൊണ്ടുറക്കവും കിടന്നുകൊണ്ടുറക്കവും ഒരിക്കലും എനിക്കാത്ത കിടപ്പിലായി. തനിപ്പട്ടയടിച്ചിട്ട് തല കുത്തി കിടക്കുമ്പം ഗുളിക ഗുളിക, മരം ചുറ്റി പ്രേമിച്ചിട്ട് തല്ലികൊണ്ട് കിടക്കുമ്പം ഗുളിക ഗുളിക, ചെലവ് കുറക്കാനും ഗുളിക, ചെലവ് കൂട്ടാനും ഗുളിക, ചെലവ് കുറക്കാനും ഗുളിക, ചെലവ് കൂട്ടാനും ഗുളിക, ചിലർക്ക് ചില നേരെ കിറങ്ങി കിടക്കാനും ഗുളിക ഗുളിക, മലയാളം TV സീരിയൽ കാണാനുള്ള ക്ഷമ കിട്ടാൻ ഗുളിക ഗുളിക, മലയാളം TV സീരിയൽ കാണാനുള്ള ക്ഷമ കിട്ടാൻ ഗുളിക ഗുളിക. എന്റെ ഈശോ, എന്നെ എന്തിനെങ്ങനിട്ട് വേദനിപ്പിക്കണേ? ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളില് കഞ്ഞി മാത്രം. ഇത് കേട്ടിട്ടില്ലേ? ഇവിടെ പ്രതിപക്ഷം വന്നാലും ഭരണകക്ഷി വന്നാലും നമുക്കെന്താ കാര്യം? എല്ലാവരും ഒരു കണക്കാ. ദേ എല്ലാവരും പറയും വില ഇപ്പൊ കുറയ്ക്കാം, വിലക്കയറ്റം ഇപ്പൊ കുറയ്ക്കാന്ന്. ഇന്നിപ്പോ കുറച്ച് മനുഷ്യന് മാത്രം ഒരു വിലയില്ലാണ്ടായിന്ന് ഈ ലോകത്തില്. എന്താ ഇന്നസെന്റെ, താൻ കുറെ നേരം ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ചിരിക്കാനുള്ള കാര്യമാണെങ്കിൽ എന്നോട് കൂടി പറ. ചിരിക്കാൻ പറ്റിയതാണെങ്കിൽ ചിരിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കാം. എന്റെ വേണോട്ടാ, ഈ നാട്ടിൽ എങ്ങനെ ഒന്ന് ജീവിക്കാ? നാടോടുമ്പോ നടുവോടണമെന്നല്ലേ പ്രമാണം. അങ്ങനെയാണെങ്കി സ്വിച്ചിട്ടാലേ ലൈറ്റ് കത്തുള്ളൂ എന്നുണ്ടൊരു പ്രണാമം, അല്ല പ്രമാണം. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇതുപോലൊരു പ്രമാണം ആദ്യമായിട്ട് കേൾക്ക. ഈ പ്രമാണം ഞാൻ ആദ്യമായിട്ട് തന്നെ പറഞ്ഞത്. പിന്നെ എങ്ങനെ ചേട്ടൻ ഇതിക്ക് മുമ്പ് കേക്കാ? പിന്നെ നമ്മുടെ നാട്ടിലെ വിലക്കയറ്റത്തെ കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? കേറ്റാൻ പറ്റിയത് വിലയല്ലേ, അവങ്ങനെ കേറിക്കൊണ്ടിരിക്കും. അതല്ല, ഈ വിലക്കയറ്റം തടയാൻ എന്താ ഒരു മാർഗം? വിലക്കയറ്റം തടയാൻ ഞാൻ നോക്കിട്ട് ഒരു മാർഗമുള്ളൂ. കേറുന്ന വില പിടിച്ചങ്ങോട്ട് ഇറക്കുക, അല്ലാതെ എന്താ ചെയ്യാ? ഒറ്റക്കിലോ കപ്പക്കെന്താ വില? പണ്ടൊക്കെ കപ്പയ്ക്ക് വില തുച്ഛമാ, ഇന്നൊക്കെ കപ്പയ്ക്ക് പൊന്നും വില. അന്നത്തെ കാലത്ത് വില തുച്ഛമാ ചേട്ടാ, എന്തോ കാലം പോയ പോക്ക് നോക്ക്. ലോകം പാവങ്ങൾക്ക് കലികാലം. ഒറ്റക്കിലോ കപ്പക്കെന്താ വില? പണ്ടൊക്കെ കപ്പയ്ക്ക് വില തുച്ഛമാ, ഇന്നൊക്കെ കപ്പയ്ക്ക് പൊന്നും വില. അന്നത്തെ കാലത്ത് വില തുച്ഛമാ. ഒരു ചാക്കരിക്കന്ന് 5 രൂപ വഞ്ചനയില്ലാർന്നടോ. പഞ്ചാബിനെത്തുന്ന പഞ്ചാരക്കോ എന്തൊരു മൊഞ്ചാർന്നടോ. ഒരു ചാക്കരിക്കന്ന് 5 രൂപ വഞ്ചനയില്ലാർന്നടോ. പഞ്ചാബിനെത്തുന്ന പഞ്ചാരക്കോ എന്തൊരു മൊഞ്ചാർന്നടോ. മുളകോ വെരി ചീപ്പാ, പയറോ ബഹുജോറ. കൈമണിയില്ല, അടിവലിവില്ല, നേതാക്കന്മാർ നോ നോ നോ. യൂണിയൻകാരും സമരക്കാരും ഇന്നത്തെ പോൽ അന്നില്ല. ഒണ്ടേ പോലും ഇന്നത്തെ പോൽ കള്ളന്മാരോ അന്നില്ല. ഒരൊറ്റ കിലോ കപ്പക്കെന്താ വില? പണ്ടൊക്കെ കപ്പയ്ക്ക് വില തുച്ഛമാ, ഇന്നൊക്കെ കപ്പയ്ക്ക് പൊന്നും വില. അന്നത്തെ കാലത്ത് വില തുച്ഛമാ.
ഇന്നത്തെ മാർക്കറ്റിൽ ചെന്നാലയ്യോ എന്താ വില കേട്ട് ഭ്രാന്തിളകും. അത് ശരിയാ. നാൽക്കാലി തിന്നുന്ന പിണ്ണാക്കിനും പണ്ടാറ വിലയാണടോ. അയ്യോ ഇന്നത്തെ മാർക്കറ്റിൽ ചെന്നാലയ്യോ വില കേട്ട് ഭ്രാന്തിളകും. നാൽക്കാലി തിന്നുന്ന പിണ്ണാക്കിനും പണ്ടാറ വിലയാണടോ. ഗുണമോ വെരി മോശം, അയ്യോ എല്ലാം മായം. സംഗതി ശരിയാ, നമ്മുടെ വിധിയ എന്തൊരുപാട് ഗതികേട്. കിട്ടണ ശമ്പളം ഉപ്പിന് മുളകിന് കടുകിന് പോലും ഇല്ലളിയ. രാഷ്ട്രീയക്കാർ കൂടും തോറും നാടിന് ശാപം അയ്യോ. ഒരൊറ്റ കിലോ കപ്പക്കെന്താ വില? പണ്ടൊക്കെ കപ്പയ്ക്ക് വില തുച്ഛമാ, ഇന്നൊക്കെ കപ്പയ്ക്ക് പൊന്നും വില. അന്നത്തെ കാലത്ത് വില തുച്ഛമാ ചേട്ടാ. എന്തോ കാലം പോയ പോക്ക് നോക്ക് നോക്കാം. ലോകം പാവങ്ങൾക്ക് കലികാലം കാലം. ഒറ്റ കിലോ കപ്പക്കെന്താ വില? ഒരൊറ്റ കിലോ കപ്പക്കെന്താ വില? രവിച്ചേട്ടന്റെ ഫ്ലാറ്റിൽ ഇന്നലെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നി അതൊക്കെ ഞങ്ങൾക്ക് ബാച്ചിലേഴ്സിന് ഒരു പ്രോബ്ലംസും ഇല്ല. എന്താ ചേട്ടന്റെ പ്രോബ്ലം? എനിക്ക് തൽക്കാലം ഒരു പ്രോബ്ലംസും ഇല്ല. അങ്ങനെ പറയരുത്. മാരീഡ് ലൈഫിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എന്ത് കാര്യവും നമുക്ക് ഫ്രാങ്കായിട്ട് പറയാം. സത്യം പറഞ്ഞാൽ ഈ അമ്മായിയമ്മമാരെ കൊണ്ട് തോറ്റു എൻ്റെ ജഗദീഷേ. 2 ദിവസമെന്നും പറഞ്ഞ് ഈ അമ്മായിയമ്മ വന്നതാണ്, എൻ്റെ ഭാര്യയുടെ അമ്മ. ഇപ്പൊ 2 മാസമായിട്ടും അവര് വീട്ടിൽ നിന്ന് പോയിട്ടില്ലെന്ന് വെച്ചാൽ. ഈ അമ്മായിമ്മമാരെന്നൊക്കെ പറയുമ്പോ ഒരു രസമല്ലേ? അത്രയ്ക്ക് രസമാണെങ്കിൽ ഞാനൊരു അമ്മായിയമ്മയെ തരാം. താൻ കൊണ്ട് 2 ദിവസം വീട്ടിൽ നിർത്തി നോക്ക്. ആക്ച്വലി ഈ പ്രോബ്ലംസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ അമ്മായിയമ്മ മൂശേട്ടന്മാര് വന്നു കഴിഞ്ഞാൽ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് തലയ്ക്ക് സ്വൈര്യം തരില്ല. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ ഒരു സൗന്ദര്യം എന്നാണല്ലോ പറയാറ്. തനിക്ക് കേൾക്കണോ? ഇന്നലെ എന്റെ ഭാര്യ പറയാണ്, RKG ഡാൽഡ വേണം. എന്തിനാ? അമ്മച്ചി കലുവയുണ്ടാക്കാം. അയ്യടി ആ കിളവി എന്തിന്റെ കേടാ? ഈ കണക്കിന് ഞാൻ വെടുപ്പാകും. എലിക്കുട്ടി നാട് നീളെ ഞാൻ കടക്കാരൻ. RKG ഡാൽഡ വേണം. എന്തിനാ? അമ്മച്ചി കലുവയുണ്ടാക്കാം. അയ്യടി ആ കിളവി എന്തിന്റെ കേടാ? ഈ കണക്കിന് ഞാൻ വെടുപ്പാകും. എലിക്കുട്ടി നാട് നീളെ ഞാൻ കടക്കാരൻ. നാട്ടിൽ നിന്നും ചേട്ടനുമായി കൂട്ടിന് വന്നെന്റെ അമ്മ. തല്ലിപ്പോളി തള്ള പോട്ടേടി. താത്തിയുടെ വീട്ടിൽ ചെന്നാൽ സൽക്കാരം എന്തൊരു പൂരം. ഉവ്വ 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 പിന്നേടി. നാട്ടരിയുടെ ചോറ് വീണ്ടും അത് കഴിയുമ്പോൾ അലുവ ചോറ്. നാട്ടരിയുടെ ചോറ് വീണ്ടും അത് കഴിയുമ്പോൾ അലുവ ചോറ്. ടിക്കറ്റ് എടുത്തേക്കാം, തള്ളയെ പെട്ടെന്ന് വിട്ടേക്കാം. ആ പ്രാക്ക് കൂടെ വേണോ? പിന്നടി ഈ മാസം കൂടി പോട്ടെ. അസലായി ഇപ്പൊ തന്നെ ഞാനൊരു ഭാഗം. ഇത് കഴിയുമ്പോ ഞാൻ വെടുപ്പാകും. എലിക്കുട്ടി നാട് നീളെ ഞാൻ കടക്കാരൻ. പാപ്പരത്തം കാട്ടിടല്ലേ, 2 നാള് കൂടി പോട്ടെ. ചുമ്മാ പറ്റിക്കൂടാൻ വന്നാടി. പാടുപെട്ടിട്ടമ്മ ഇന്നീ നാട്ടില് വന്നില്ല ചേട്ടാ. നാട് കാണാൻ വന്നതല്ലേടി. മുഖത്തൊരുത്തിരി ക്ഷീണമില്ലേ, അത് കുറയുമ്പോ മടങ്ങിപ്പോകും. പിന്നെ മുഖത്തൊരുത്തിരി ക്ഷീണമില്ലേ, അത് കുറയുമ്പോ മടങ്ങിപ്പോകും. പാല് കൊടുക്കേണം, പാലിൽ ദാശാനം ചേർക്കേണം. ആ പ്രാക്ക് കൂടെ വേണോ? പിന്നടി ഈ മാസം കൂടി പോട്ടെ. വേണ്ടടി
അക്കളവിക്കെന്തിന്റെ കേടാ, ഇത് കഴിയുമ്പോ ഞാൻ വെടുപ്പാകും. എലിക്കുട്ടി നാട് നീളെ ഞാൻ കടക്കാരൻ. RPG ഡാൽഡ വേണം, അമ്മച്ചി കലുവയുണ്ടാക്കാം. മുതുകളവിക്കെന്തിന്റെ കേടാ, ഈ കണക്കിന് ഞാൻ വെടുപ്പാകും. എലിക്കുട്ടി നാട് നീളെ ഞാൻ കടക്കാരൻ. എന്താണോ ഇന്നസെന്റ് താടിയും മുടിയൊക്കെ വെച്ച് നിരാശാകാമുകന്മാരെ പോലെ പട്ടശാപ്പിൽ കയറി പട്ടയടിച്ച് പഴയ ദേവദാസിനെ പോലെ പാടി നടക്കുന്നത് എന്ത് പറ്റിയടോ? പിന്നെ ദേവദാസിന്റെ അനുഭവം ഉണ്ടായാല് ദേവദാസിനെ പോലെ പാട്ടും പാടി നടക്കാനല്ലാതെ യേശുദാസിനെ പോലെ ഗാനമേള നടത്താൻ പറ്റുമോ? എന്തൊക്കെയാണെങ്കിലും ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറ. എന്താ വല്ല പ്രേമനൈരാശ്യമാണോ? അല്ലാതെ എന്താ? എടോ, ഞാനും ഇതുപോലെ ഒരുത്തിയെ പ്രേമിച്ചിരുന്നതാ. എന്നിട്ട് താനെന്താ അവളെ കല്യാണം കഴിക്കാതിരുന്നേ? അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നടോ. എന്താ കല്യാണം കഴിക്കാൻ തനിക്ക് ഇഷ്ടമില്ലായിരുന്നോ? എടോ, എനിക്കിഷ്ടമായിരുന്നു. പിന്നെന്താ തന്റെ വീട്ടുകാര് സമ്മതിച്ചില്ലായിരിക്കും? എന്റെ വീട്ടുകാർക്ക് പരിപൂർണ സമ്മതമായിരുന്നടോ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, പെണ്ണിന്റെ വീട്ടുകാർക്കായിരിക്കും പ്രശ്നം. പെണ്ണിന്റെ വീട്ടുകാർക്കും ഈ കാര്യത്തിൽ പരിപൂർണ സമ്മതവും ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ പെണ്ണിന് സമ്മതമല്ലായിരിക്കും. എടോ, ആ പെൺകൊച്ചിനാണോ കൂടുതൽ താല്പര്യവും. പിന്നെന്താ പ്രശ്നം? എന്താടോ കല്യാണം കഴിക്കാൻ ആരാ സമ്മതിക്കാതിരുന്നേ? എടോ, അവളെ കല്യാണം കഴിക്കാൻ എന്റെ ഭാര്യ സമ്മതിച്ചില്ലടോ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മനുഷ്യൻ ഇങ്ങനെ തീ തിന്ന സമയത്താ ഇയാളുടെ ഒരു തമാശ. ദേ, പഴയ ദേവദാസിനെ ആ പാർവതി ചതിച്ചെങ്കിൽ ഈ പുതിയ ദേവദാസിനെ മറ്റൊരു പാർവതിയെ ചതിച്ചേ. ഓ ചതി ചതി വൻ ചതി ചതി. കാലുമാറി പാർവതി സാരി മാറും പോലെ നീ എന്റെ വാറു പൊന്നു വാറു എന്നോടി കൊലച്ചതി ചെയ്ത പാർവതി മതി ഈ ചതി ചതി. പാർവതി മതി ഈ ചതി ചതി. സാരി മാറും പോലെ നീ കാലുമാറി പാർവതി എന്റെ വാറു പൊന്നു വാറു എന്നോടി കൊലച്ചതി ചെയ്ത പാർവതി മതി ഈ ചതി ചതി. വേണ്ട നിന്റെ ഈ പ്രേമ നാടകം അയ്യോ. വർഷമായടി കാശി കൊറേ തിന്ന് നീ സാരി കൊറേ വാങ്ങി നീ താങ്ക്സ് പറഞ്ഞു. എന്റെ പാട്ട് കേട്ട് നീ യേശുദാസ് പോലെയാണെന്ന് ചൊല്ലി എന്നെ നീ സോപ്പ് തേച്ചില്ലേ. ഈ പ്രേമം എന്ന പാലിൽ നീ ബ്രാൻഡി ചേർത്തില്ലേ. അത് മോന്തി ഞാനാകെ ഇടങ്ങേറിലായടി. എന്റെ ഫ്രണ്ട് ജോസിനെ പാട്ടിലാക്കിയില്ലേ നീ. എന്തിനാടി പാർവതി ജോസ് പാവമാണടി. ഹലാക്കാക്കി മാറ്റുമോ ജോസിനെ നീ. ഓ ചതി ചതി വൻ ചതി ചതി. കാലുമാറി പാർവതി സാരി മാറും പോലെ നീ.
നിന്നെടുത്തതും സ്ലേഡ് വാങ്ങി തീർത്ത് നീ ഫോറിൻ സ്കോച്ച് വാങ്ങി നീ ഫാദറിനായി. ബ്ലേഡിൽ നിന്നെടുത്തതും സ്ലേഡ് വാങ്ങി തീർത്ത് നീ ഫോറിൻ സ്കോച്ച് വാങ്ങി നീ ഫാദറിനായി. എടി ദ്രോഹി തൻ്റെടി നടുറോഡിലായി ഞാൻ പ്രതികാരം ചെയ്യും ഞാൻ മൂർഖനാണടി. എന്റെ ബാഗിലുള്ളത് നിന്റെ ബാഗിലാക്കി നീ എന്റെ കൂട്ടുകാരനെ നിന്റേതാക്കി മാറ്റി നീ ഹലാക്കാക്കി മാറ്റുമോ ജോസിനെ നീ. ഓ ചതി ചതി വൻ ചതി ചതി കാല് മാറി പാർവതി സാരി മാറും പോലെ നീ. എന്റെ പാറു പൊന്നു പാറു എന്നോട് കൊലച്ചതി ചെയ്ത പാർവതി മതി ഈ ചതി ചതി. വേണ്ട നിന്റെ ഈ പ്രേമ നാടകം പാർവതി മതി ഈ കൊലച്ചതി. അയ്യോ പണ്ടൊരുത്തൻ തന്റെ ഒരാട് നഷ്ടപ്പെട്ടപ്പോ ഒരൊടുക്കത്ത നേർച്ച നേർന്നു. അന്ത പള്ളിക്ക് 10 ആട്, ഇന്ത പള്ളിക്ക് 10 ആട്. പക്ഷേ ആടിനെ തിരിച്ചു കിട്ടിയപ്പോ ആട് പോയിട്ട് ആടിന്റെ 10 പൂട്ട പോലും കൊടുത്തില്ലടേ. അതുപോലെ ഇവിടെ ഒരു ബിരുദൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാ തന്റെ കൂട്ടുകാർ കൊലത്തി കൊടുക്കാവെന്നാ പറയുന്നത്. ലോട്ടറി ഒന്നെടുത്തു ഞാൻ നാളെയാണ് ലോട്ടറി ഒന്നെടുത്തു ഞാൻ നാളെയാണ് ധർമ്മസങ്കടം. ലോട്ടറി ഒന്നെടുത്തു ഞാൻ നാളെയാണ് ധർമ്മസങ്കടം. ഈശോ 10 ലക്ഷം എന്റെ കയ്യിലായ പുറത്തു വീണ്ടും ഞാൻ മതിലു കെട്ടി മുറിയൊരുക്കി ഇരുനിലയായി തുടികിടന്നിടും. ലോട്ടറി ഒന്നെടുത്തു ഞാൻ നാളെയാണ് ധർമ്മസങ്കടം. പ്രഭുവാകുട കണിശാണട അടിച്ചാലട. ആരോരുമില്ലാത്ത 10 പെമ്പിള്ളേരെ കെട്ടിച്ചയച്ചിടും ഞാൻ സത്യമാ. കൈകാലൊന്നില്ലാത്ത അംഗവൈകല്യങ്ങൾ 5000 വേറെയും. ആരോരുമില്ലാത്ത 10 പെമ്പിള്ളേരെ കെട്ടിച്ചയച്ചിടും ഞാൻ സത്യമാ. കൈകാലൊന്നില്ലാത്ത അംഗവൈകല്യങ്ങൾ 5000 വേറെയും. രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർക്കെല്ലാം ചെക്കു കൊടുത്തിടും ഞാൻ. ലോട്ടറി ഒന്നെടുത്തു ഞാൻ നാളെയാണ് ധർമ്മസങ്കടം.
ക്ഷേത്ര കമ്മറ്റിക്കും പള്ളി കൈക്കാർക്കും ഞാൻ ലക്ഷം വീതം കൊടുക്കും കിട്ടിയ പാടത്തു പണി ചെയ്യും പാവപ്പെട്ടോർക്കെല്ലാം കൃഷിഭൂമി ദാനം ചെയ്യും. ഇക്കാണും സ്വത്തൊക്കെ നാട്ടാക്ക് വീതിച്ച താനെന്ത് കുന്തം ചെയ്യും. ലോട്ടറി കിട്ടിയാലുടൻ 10 പൈസ കൊടുക്കുകയില്ലടോ. ലോട്ടറി കിട്ടിയാലുടൻ 10 പൈസ കൊടുക്കുകയില്ലടോ. നീയും എന്റെ പിന്നിലുള്ള 4 പേരെ ഇരുമ്പൊലൊക്കെ കൊണ്ടു ഞാൻ നടുപൊടിച്ചു വണ്ടി വാങ്ങി പലയിടങ്ങളിൽ തെണ്ടി നടത്തിടും കൂട്ടരെ. തൃപ്തിയായില്ലേ? നാളെയാണ് നറുക്കെടുപ്പ്. ലോട്ടറി ഒന്നെടുത്തു ഞാൻ, നാളെയാണ് നറുക്കെടുപ്പ്. നാളെ മുതൽ ഞങ്ങൾ തെണ്ടിടും, നാളെ മുതൽ ഞങ്ങൾ തെണ്ടിടും, നാളെ മുതൽ ഞങ്ങൾ തെണ്ടിടും. അലിയാരേ അലിയാരേ, എന്താടോ താൻ ഇവിടെ നിൽക്കുകയാണല്ലേ? തന്നെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല. ബസ് സ്റ്റോപ്പിൽ പോയി നോക്കി, പാർക്കിൽ പോയി നോക്കി, ബ്യൂട്ടി പാർലറിൽ പോയി നോക്കി, അതിന്റെ മുമ്പിൽ പോയി നോക്കി, പിന്നെ സെന്റ് തെരേസസ് കോളേജിന്റെ മുമ്പിൽ നോക്കി, പെമ്പിള്ളേരെ കൂടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും നോക്കി. താൻ ഇവിടെ നിൽക്കുകയാണല്ലേ? ഈ ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ പെമ്പിള്ളേരുടെ വായിലും നോക്കി വെള്ളമൊലിപ്പിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? പിന്നെ അയൽവക്കത്തെ പെമ്പിള്ളേരെല്ലാം തന്നെ കുറിച്ച് നല്ല വർത്തമാനമാണ്. ബസ്സിൽ കയറിയാലേ തന്നെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാന്ന്. താൻ കിടന്ന് ബഹളം വെക്കാതിരിക്കടോ. ഞാൻ ബഹളം വെക്കും, തന്നെ നാട്ടിൽ നാട്ടിക്കുകയും ചെയ്യും. എടോ താൻ അങ്ങോട്ട് മാറിയേക്ക്. താൻ കുറെ നേരമായി ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. എന്റെ അടുത്ത് നിന്ന് മാറിയിക്കാൻ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. പെൺകുട്ടികള് എന്നെയും തന്നെ അടുത്തടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. തന്നെ പോലുള്ള അലവലാദികളായിട്ടാ കൂട്ടുകെട്ടെന്ന് അറിഞ്ഞാൽ പെൺകുട്ടികൾ എന്നെ പ്രേമിക്കില്ലടോ. പ്രേമിക്കാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അയ്യോട്ട, എന്താടോ എന്റെ മുഖത്തിനൊരു കുഴപ്പം? എന്റെ മുഖത്ത് നോക്കി ഇന്ന് വരെ ഒരു പെങ്കൊച്ചു എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെ, തന്റെ മുഖത്ത് നോക്കിയാലേ ഒരു പെണ്ണിന്റെ നാവ് പൊന്തിയിട്ട് വേണ്ടേ? പിന്നെ തന്റെ ഈ മരമോന്തയുണ്ടല്ലോ, അതുപോലെ ബ്യൂട്ടി പാർലറിലും കൊണ്ടുപോയി മിന്നിക്ക് ചെത്തി മിന്നിക്ക് വല്ല പ്ലാസ്റ്റർ ഓഫ് പാരീസും ചെയ്യട്ടെ. നരച്ച് മൂക്കിലും കൂടി നരകേറി. കേക്കണോ തന്നെ കുറിച്ച് നാട്ടിലുള്ള പെമ്പിള്ളേരുടെ അഭിപ്രായം? ദേ കേക്ക്. അലിയാരേ പരദ്രോഹി തന്റെ മരമോന്ത പതിവായി കണി കണ്ടു ഞാൻ അതിനാലടങ്ങേറിലായി. അലിയാരേ തന്റെ മരമോന്ത പതിവായി കണി കണ്ടു ഞാൻ അതിനാലടങ്ങേറിലായി. അലിയാരേ
ഇതെന്റെ ആത്മകഥയാണ്. പക്ഷേ ഈ കഥയ്ക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതവുമായിട്ടോ മരിച്ചുപോയവരുടെ ജീവിതവുമായിട്ടോ ഇനി ജനിക്കാൻ പോകുന്നവരുടെ ജീവിതവുമായിട്ടോ എൻ്റെ ജീവിതവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ മണിമുണങ്ങിയ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഇന്ന് വളരെ സ്ലിമ്മായിരുന്നു. അന്ന് എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ പ്രേംനസീറും സത്യമാഷും ഷീലയും അതുപോലെ ശങ്കരാടിയുമെല്ലാം എന്നെ നീർക്കോലി മധു എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. എന്നോട് സ്നേഹമുള്ളവർ അദ്ദുക്കുട്ടിയളാപ്പാന്നും വിളിച്ചിരുന്നു. പല ഷെഡ്യൂളുകളോളം ഇതെല്ലാം ഓർത്ത് ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. ചെമ്മീനിലെ പരീക്കുട്ടിയെ പോലെ. മന്നാടെ എന്ന ചിത്രത്തിൽ ചെമ്മീൻ പാടിയ ഗാനം ചെമ്മീൻ എന്ന ചിത്രത്തിൽ മന്നാടെ പാടിയ ഗാനം ചിത്രീകരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കള്ളുകുടി തുടങ്ങിയത്. അങ്ങനെ പല കാൾ ഷീറ്റുകളും ഞാൻ കള്ളുകുടിച്ച് തീർത്തു. പല സിനിമാ കമ്പനികളും ഞാൻ പൂട്ടിച്ചു. കൂട്ടത്തിൽ എൻ്റെ ഉമാ സ്റ്റുഡിയോയും പൂട്ടി. അത് വേറെ കാര്യം. അങ്ങനെ ആ നശിച്ച കള്ളുകുടി എന്നെ ഒരു കുടവയറിനാക്കി. അതുമൂലം ഞാൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളുമാണ് ഈ പാട്ടിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ ഈ കുടവയറിൻ്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീരർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. കള്ളടിച്ചു സടകുടയെന്നും കുംഭവീർത്തു കുടവയറായി. വയറേ നീ നട മുന്നിൽ പിറകെ ഞാനോടുകയായി. കള്ളടിച്ചു സടകുടയെന്നും കുംഭവീർത്തു കുടവയറായി. വയറേ നീ നട മുന്നിൽ പിറകെ ഞാനോടുകയായി. ശ്വാസം വീടുന്ന നേരം അയ്യോ നമ്മുടെ ദേഹം കുഴഞ്ഞു പോണ്. ദാഹം വരുന്ന നേരം അയ്യോ നമ്മുടെ ഭാരം ഉദരഭാരം. ആണുങ്ങളായാൽ കുടവയറു വേണം, കൊണ്ടായാൽ സങ്കടം ബാക്കി. കള്ളടിച്ചു സടകുടയെന്നും കുംഭവീർത്തു കുടവയറായി. വയറേ നീ നട മുന്നിൽ പിറകെ ഞാനോടുകയായി. സോഡയും പലഹാരങ്ങളും കള്ളുമട്ടോടയും തട്ടി ഞാൻ ഇല്ലാത്ത കൊടവയറ് ഉണ്ടാക്കി നോക്കിയപ്പം വല്ലാത്തൊരക്കിടിയായി. സോഡയും പലഹാരങ്ങളും കള്ളുമട്ടോടയും തട്ടി ഞാൻ ഇല്ലാത്ത കൊടവയറ് ഉണ്ടാക്കി നോക്കിയപ്പം വല്ലാത്തൊരക്കിടിയായി. തുള്ളിച്ചാടിയോടാൻ കൊതി കടലി ചാടി നീന്താൻ കൊതി വിരിയ നളിയ മുടിയാൻ മതി 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 മതി. കള്ളടിച്ചു സടകുടയെന്നും കുംഭവീർത്തു കുടവയറായി. വയറേ നീ നട മുന്നിൽ പിറകെ ഞാനോടുകയായി. ശ്വാസം വീടുന്ന നേരം അയ്യോ നമ്മുടെ ദേഹം കുഴഞ്ഞു പോണ്. ആണുങ്ങളായാൽ കുടവയറു വേണം, കൊണ്ടായാൽ സങ്കടം ബാക്കി. ഫാഷന എന്ന് പറഞ്ഞോരെല്ലാം ഇപ്പ കളിയാക്കി ചിരിക്കുന്നടോ. നടു റോഡിൽ നിന്നുകൊണ്ട് 10 മാസമെന്ന് ഫ്രണ്ട്സെല്ലാം കൊടന്തയിൽ തട്ടി. ഫാഷന എന്ന് പറഞ്ഞോരെല്ലാം ഇപ്പ കളിയാക്കി ചിരിക്കുന്നടോ. നടു റോഡിൽ നിന്നുകൊണ്ട് 10 മാസമെന്ന് ഫ്രണ്ട്സെല്ലാം കൊടന്തയിൽ തട്ടി. ദൈവത്താണെ ഒരുമാതിരി വടിയാക്കുന്ന പണിയാണിത് വിരിയ നളിയ മുടിയാൻ മതി 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 മതി. കള്ളടിച്ചു സടകുടയെന്നും കുംഭവീർത്തു കൊടവയറായി. വയറേ നീ നട മുന്നിൽ പിറകെ ഞാനോടുകയായി. ശ്വാസം വീടുന്ന നേരം അയ്യോ നമ്മുടെ ദേഹം കുഴഞ്ഞു പോണ്.
വിവാഹം വരുന്ന നേരം അയ്യോ നമ്മുടെ ഭാരം ഉദരഭാഗം. ആണുങ്ങളായാൽ കൊടവയറു വേണം, ഉണ്ടായ സങ്കടം ബാക്കി. ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ പരസ്പര വിശ്വാസവും സ്നേഹവുമാണ്. അതില്ലാത്തടത്തോളം കാലം ദാമ്പത്യ ജീവിതം ഇല്ലാതിരിക്കുന്നതാണ് ഭംഗി. വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് സഖാവ് ടോൾസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഫോം ഓഫ് അഗ്രികൾച്ചറൽ ഫിനോമിന ഓഫ് ദ ഡിപ്ലോമാറ്റ് ഇൻ ദ എടപ്പള്ളി ടോൾ ആൻഡ് ദ സ്റ്റേറ്റ് വേ ഓഫ് ബോൾഗാട്ടി പാലസ് ആൻഡ് ദ ചാലക്കുടി സ്റ്റാൻഡ്. അതായത് മനസ്സ് നന്നായാലേ മനുഷ്യൻ നന്നാവൂ, മനുഷ്യൻ നന്നായാലേ മനസ്സ് നന്നാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പരസ്പരം പൊരുത്തപ്പെടാൻ സാധിക്കാത്ത, അതുപോലെ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കാതെ വീർപ്പ് മുട്ടി ജീവിക്കുന്ന ഒരു ദമ്പതിമാരുടെ ആത്മനൊമ്പരങ്ങളുടെ ഒരു യുഗ്മഗാനമാണ് ഈ പ്രാവശ്യം ശ്രോതാക്കൾക്കായി ഞാൻ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത്. വരുന്നു ദേ കിഴങ്ങൻ പോ കൊരങ്ങേ. നീ കൊരങ്ങി കൊരങ്ങൻ നിങ്ങളാ കിഴങ്ങാ. നിന്നെ ഞാൻ കെട്ടിയതോടെന്റെ ലൈഫ് കട്ടറില എന്റെ പാട് കണ്ടവരുണ്ടോ? എത്ര നിങ്ങ പാടിയാലും പെട്ടുപോയതിന്റെ കുറ്റം അത്ര കണ്ട് പൊറുതി മുട്ടി ഞാൻ. എത്ര നല്ല ബന്ധങ്ങൾ വന്നതാണടി, എന്നിട്ടും ഞാൻ നിന്റെ വെട്ടിൽ വീണടി. എത്ര നല്ല ബന്ധങ്ങൾ വന്നതാണടി, എന്നിട്ടും ഞാൻ നിന്റെ വെട്ടിൽ വീണടി. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. പണ്ട് ഞാൻ തയ്യ ക്ലാസ്സിൽ പോയിരുന്ന നേരത്തെന്റെ വായി നോക്കി നിന്നതല്ലേ താൻ. പണ്ട് ഞാൻ തയ്യ ക്ലാസ്സിൽ പോയിരുന്ന നേരത്തെന്റെ വായി നോക്കി നിന്നിട്ടില്ലേ താൻ. വായി നോക്കി നിന്നതല്ല സത്യമായി ഞാൻ, അന്ന് മസില് വെട്ടി നിന്നതാടി തെറ്റിദ്ധരിച്ചു നീ. വായി നോക്കി നിന്നതല്ല സത്യമായി ഞാൻ, അന്ന് മസില് വെട്ടി നിന്നതാടി തെറ്റിദ്ധരിച്ചു നീ. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. അയ്യോ അത് മാത്രമല്ല, പിന്നെ പലവട്ടം പുറകിൽ നിന്നും ചൂളം വിളിച്ചു കറങ്ങി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ? കേക്കട്ടെ കേക്കട്ടെ. പണ്ട് ഞാൻ പാമോയിൽ വാങ്ങാനായി പോകുമ്പം സൈറ്റ് അടിച്ച് കാണിച്ചില്ലേതാ. പണ്ട് ഞാൻ പാമോയിൽ വാങ്ങാനായി പോകുമ്പം സൈറ്റ് അടിച്ച് കാണിച്ചില്ലേതാ. സൈറ്റടിച്ചതല്ല എന്റെ വറുക്കുട്ടി, അന്ന് കണ്ണിലീച്ച പോയപ്പം കണ്ണടച്ചതാ. സൈറ്റടിച്ചതല്ല എന്റെ വറുക്കുട്ടി, അന്ന് കണ്ണിലീച്ച പോയപ്പം കണ്ണടച്ചതാ. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, വേണ്ട വേണ്ട എന്റെ അടുത്ത് വേല വേണ്ട. പണ്ട് താൻ തന്ന കത്ത് ഇപ്പോഴും എൻ കയ്യിലുണ്ട്, കത്തെടുത്തു കൊണ്ടുവരട്ടെ. പണ്ട് താൻ തന്ന കത്ത് ഇപ്പോഴും എൻ കയ്യിലുണ്ട്, കത്തെടുത്തു കൊണ്ടുവരട്ടെ.
അന്ന് ഞാൻ തന്ന കത്ത് സത്യമായി എന്റേതല്ല, പോസ്റ്റ്മാന്റെ പണിയെടുത്തതാ. അന്ന് ഞാൻ തന്ന കത്ത് സത്യമായി എന്റേതല്ല, പോസ്റ്റ്മാന്റെ പണിയെടുത്തതാ. അന്ന് ഞാൻ തന്ന കത്ത് എന്റേതല്ലടി, നമ്മുടെ തയ്യക്കാരൻ വാസു ചേട്ടൻ തന്നു വിട്ടതാ. അന്ന് ഞാൻ തന്ന കത്ത് എന്റേതല്ലടി, നമ്മുടെ തയ്യക്കാരൻ വാസു ചേട്ടൻ തന്നു വിട്ടതാ. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, മുഖത്ത് നോക്കി എന്നെ കൊണ്ട് പറയിക്കണ്ട. വേണ്ട വേണ്ട എന്നെ കൊണ്ട് പറയിക്കണ്ട, മുഖത്ത് നോക്കി എന്നെ കൊണ്ട് പറയിക്കണ്ട. നാശം.